ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു മേലിനെയാണ്. ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മളിപ്പം നമുക്ക് പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ലേഡീസ്, ഞാനിത് ആരെയും വ്യക്തിപരമായിട്ട് പറയുന്നൊരു കാര്യമല്ല, നമ്മൾ പൊതുവിൽ പറയുന്നൊരു കാര്യമാണ്. പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കതൊരു ഉപകാരമായിരിക്കും. അങ്ങനെ പറയുന്നൊരു കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നമുക്കത് ഈ വീഡിയോ കേട്ട് നിങ്ങൾക്കത് ചെയ്താൽ നമുക്കത് പ്രയോജനം ചെയ്യും. അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ നമുക്കിഷ്ടമുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇട്ടുകൊണ്ട് പോകാം. പക്ഷേ നമ്മളിപ്പം പള്ളികളിൽ, അമ്പലങ്ങളിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിവതും ഈ നമ്മുടെ ഫുൾ ഡ്രസ്സിങ്ങിൽ നമ്മൾ പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ലേഡീസിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ പലരും ഉപവാസത്താലും അതായത് ഞാൻ പറയുന്നത്, നമ്മൾ ഈ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ സന്യാസിമാര് കാണും. പല രീതിയിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും ഒക്കെ ഇരിക്കുന്ന പല പല ആൾക്കാർ, മാസങ്ങളോളം നൊയമ്പെടുത്തിരിക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ ഏകാഗ്രതകൾ നശിക്കാതെ അവര് പ്രാർത്ഥനയിൽ മാത്രം ജാഗ്രത ആയിരിക്കുന്ന സമയത്ത് നമ്മൾ, പ്രത്യേകിച്ച് ലേഡീസൊക്കെ അവരുടെ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ മറച്ചു വെക്കേണ്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ച് അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ദൃഷ്ടി അവരുടെ മേൽ വരുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ആ ഒരു ഏകാഗ്രത നഷ്ടപ്പെടാൻ നമുക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിവതും, പ്രത്യേകിച്ച് ഈ അമ്പലത്തിലെ പൂജാരിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവര് തലേന്നേ മറ്റ് ഓരോ കാര്യങ്ങളിലൊന്നും പോകാതെ ഒരു നോട്ടം കൊണ്ട് പോലും ഒരു പാപം വരരുതേ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ പൂജാക്രമങ്ങൾ അവർ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു അച്ഛനായാലും ഒരു സന്യാസി ആയാലും, അപ്പൊ അങ്ങനെയൊക്കെ ആരായാലും, ഒരു ദൈവമായിട്ട് അടുത്ത് ജോലി ചെയ്യുന്നവര്, അല്ലെങ്കിൽ ഒരു ഉപവാസമായിട്ട് നിൽക്കുന്നവര്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആൾക്കാരായാലും അവര് ആ ഒരു രീതിയിലായിരിക്കും. ദൈവമേ, എന്നിൽ നിന്ന് ഒരു അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു പാപം വരരുതേ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമാവരുതേ എന്ന് കരുതിക്കൊണ്ടായിരിക്കും അവർ ആ പ്രാർത്ഥനയിലേക്ക് അവര് പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ എവിടെങ്കിലും നമ്മുടെ ഏതെങ്കിലും ഭാഗം കാണിച്ചുകൊണ്ടുള്ള അവിടെ ആ ഭാഗത്ത് നമ്മൾ വരുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ അറിയാതെ ആ നോട്ടത്തിൽ ചിലപ്പം ആ മനുഷ്യനിൽ പാപം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ വീഡിയോ കാണുന്ന എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ കഴിവതും ഇപ്പൊ കല്യാണത്തിന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമുക്ക് ഇടാം. ഇഷ്ടമുള്ള ഡ്രസ്സെന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവിൽ നമുക്ക് മറയ്ക്കേണ്ട ഭാഗങ്ങൾ നമ്മൾ മറച്ചു തന്നെ പോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതല്ല, നമ്മൾ ഇപ്പം ഒരു മോഡല് ഉണ്ട്, പക്ഷെ ആ മോഡൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ സന്യാസിമാർക്കോ അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാർക്കോ അങ്ങനെ പൂജാരിമാർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും ഒരു ദോഷം വരാതെ, അവരുടെ ആ പൂജയ്ക്കൊരു തടസ്സം വരുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ നമ്മൾ ഇട്ടുകൊണ്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മള് വളരെ വിശുദ്ധിയോട് നമ്മുടെ മനസ്സിലൊന്നും ഇല്ലാതെ ആയിട്ടായിരിക്കും നമ്മൾ ദൈവമേ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേൾക്കണേ എന്നും പറഞ്ഞായിരിക്കും നമ്മൾ അമ്പലത്തിലും പള്ളികളിലും ഒക്കെ പ്രവേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ പൂജാരിയുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും തോന്നിയാൽ അവിടെ ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ? അതുകൊണ്ട് ഞാൻ സ്നേഹത്തോട് എന്റെ സഹോദരന്മാരോട് ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞതാണ്. നിങ്ങളത് കേട്ട്
ഈ മെസ്സേജ് പൂർണ്ണമായി കേട്ട് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്കൊരു പക്ഷേ അവരുടെ ജോലിക്ക് നമുക്കൊരു തടസ്സം ആവാതെ അവരുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും, നമ്മൾ ഉദ്ദേശിച്ച പ്രാർത്ഥനയും ദൈവം കേൾക്കും. രണ്ട് കൂട്ടർക്കും ദൈവത്തിന്റെ അടുത്ത് സ്ഥാനം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇത് ആരെയും വ്യക്തിപരമായി ഉദ്ദേശിച്ചോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. പൊതുവിൽ ഞാൻ പറഞ്ഞൊരു മെസ്സേജാണ്. നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മെസ്സേജ് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായിരിക്കും. നമ്മൾ മൂലം മറ്റൊരാളുടെ ഒരു ജോലിക്കൊരു തടസ്സം വരാതെ ശ്രമിച്ചാൽ നമുക്കതൊരു വലിയൊരു ഭാഗ്യമായിരിക്കും. നമ്മുടെ തലമുറയ്ക്ക് അനുഗ്രഹമായിരിക്കും. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, എല്ലാവർക്കും അതൊരു അനുഗ്രഹമായിരിക്കും. ദൈവം നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ശക്തമായി അവിടുത്തെ സന്നിധിയിലെത്തും എന്നുള്ളത് എന്റെ ഒരു വിശ്വാസമാണ്. നിങ്ങളുടെയും വിശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.